Welcome to another session of quantitative techniques. Today we are going to discuss chi-square test. So what is chi-square test? Chi-square test is a test developed by Carl Pearson in the year 1900. It is a non-parametric test, that is, it is a distribution-free test. Chi-square test is a non-parametric test because it is used when the data does not follow normal distribution. Data normal distribution follow ചെയ്യാത്തപ്പോൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. chi-square ടെസ്റ്റ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതായത് chi-square ടെസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണ്. chi-square ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. It is also considered as a distribution free test. And in chi-square we are studying the differences between observed values and expected value. chi-square നമ്മൾ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസ്. എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന്. അതേപോലെ ഒബ്സർവ്ഡ് വാല്യൂസ് മീൻസ് ശരിക്കും ഒബ്സർവ് ചെയ്ത് ശരിക്കും സംഭവിച്ചിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവ്ഡ് വാല്യൂസ്. സോ ഇൻ chi-square ടെസ്റ്റ് വി ആർ checking the differences between observed values and expected values. Observed values ഉം expected values ഉം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് chi-square ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ യൂസസ് ഓഫ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് 3 യൂസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്, സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, തേർഡ് വൺ ഈസ് ടെസ്റ്റ് ഫോർ ഹോമോജീനിറ്റി. ഈ 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ chi-square ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഡെവലപ്ഡ് ബൈ കാൾ പിയേഴ്സൺ. It is a non-parametric test. It studies the differences between observed values and expected values. It is used to test the goodness of it, test of independence, test for homogeneity. So, among the 3 uses, first we are going to discuss chi-square test for goodness of fit. chi-square test for goodness of fit. So, chi-square test, goodness of fit in chi-square test നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. നൾ ഹൈപ്പോസിസ്, there is goodness of fit between observed and expected frequencies. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂസും ഒബ്സർവ്ഡ് ശരിക്കും നിരീക്ഷിച്ചിട്ടുള്ള ആക്ച്വൽ സംഭവിച്ചിട്ടുള്ള വാല്യൂസും തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട്. അവ രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുന്ന ടെസ്റ്റാണ് null hypothesis. There is goodness of fit between observed and expected frequency. And alternative hypothesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ null hypothesis ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് alternate hypothesis എന്താണ് വരിക, null hypothesis ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. goodness of fit ഉണ്ട് എന്നായിരുന്നു null hypothesis. അപ്പോൾ എന്തായിരിക്കും alternate hypothesis? There is no goodness of fit between observed and expected frequency. ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയ ശരിക്കും സംഭവിച്ച കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഇല്ല. അതായത് രണ്ടും രണ്ട് തരത്തിലാണ്, ഒരുപോലെ അല്ല എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ chi-square ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ സാധാരണത്തെ പോലെ chi-square ടെസ്റ്റിൻ്റെ സാധാരണ മറ്റുള്ള ടെസ്റ്റുകളുള്ള പോലെ തന്നെ നമുക്ക് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ chi-square ടെസ്റ്റ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ. റൈറ്റ് സൈഡ് യു ക്യാൻ സീ എ സിമ്പിൾ. chi-square ടെസ്റ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദാറ്റ് സിമ്പിൾ, which is equal to summation sum of O minus E the whole square divided by E. O minus E the whole square divided by E കണ്ടതിന് ശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് chi-squareൻ്റെ വാല്യൂ കിട്ടും. ഹിയർ O is observed frequency. ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി സാധാരണ ക്വസ്റ്റ്യനിൽ തന്നെ തരും. ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഹിയർ in chi-square test the test statistic calculated value is equal to sum of O minus E the whole square divided by E. ഇനി നമുക്ക് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യെങ്കിൽ എല്ലാ ടെസ്റ്റുകളെയും പോലെ നമുക്ക് എന്താണ്, വി വോണ്ട് ടു നോ അബൌട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഹിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് n minus r minus 1. r ഈസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻറ്റ്. n എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് n. r ഈസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻറ്റ്സ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 5% എടുക്കും. ക്വസ്റ്റ്യനിൽ പ്രത്യേകം 1% യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1% യൂസ് ചെയ്യും.
ആൻഡ് സാധാരണത്തെ പോലെ തന്നെ ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്ന ഡിസിഷൻ എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂയും ടേബിൾ വാല്യൂയും കണ്ടുപിടിച്ചാൽ ഇവ രണ്ടിൽ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇഫ് ടേബിൾ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ വി വിൽ അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ടേബിൾ വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. ടേബിൾ വാല്യൂ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് chi-square ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? chi-square ടെസ്റ്റിൻ്റെ ഹൈപ്പോത്തിസിസ് എങ്ങനെ ഫ്രെയിം ചെയ്യും, അതിൻ്റെ ഫോർമുല ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. Now we are moving to the next slide which shows you how to find out the table value. Suppose the level of significance is 5% and the degree of freedom is 3. What will be the table value? The chi-square table is displayed in the slide. You can see 5% and arrow ഇട്ടിട്ടുണ്ട്. 5%ഉം അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3. ഇത് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന റോസും കോളത്തിനും കോമൺ ആയിട്ട് വരുന്ന വാല്യൂ നോക്കുമ്പോൾ ഇവിടെ വാല്യൂ 7.815 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ 7.815 ആണ്. ഇത് ടേബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ problems. Question number 1, test whether accidents occurs uniformly over weekdays. Number of accidents തന്നിട്ടുണ്ട്. Sunday 11 accident, Monday 13 accident, Tuesday 14 accident, Wednesday 13 accident, Thursday 15 accident, Friday 14 accident, Saturday 18 accident. So ഒരു വീക്കിലെ 7 ഡേയ്സിലുള്ള നമ്പർ ഓഫ് ആക്സിഡൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ആക്സിഡൻറ്റ്സ് ഒക്കേഴ്സ് യൂണിഫോംലി ഓവർ ദ വീക്ക്, അങ്ങനെയാണോ എന്ന് നോക്കാനാണ്, ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ, വി ആർ ഹാവിങ് ആൻ എക്സ്പെക്റ്റേഷൻ ദാറ്റ് എല്ലാ ദിവസവും ഒരുപോലെയാണ്. ആക്സിഡൻറ്റ്സ് ഒക്കേഴ്സ് യൂണിഫോംലി, അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരുപോലെയാണ്. അതുപോലെയാണോ വന്നത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡും ശരിക്കും സംഭവിച്ചതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും തമ്മിൽ ഒരുപോലെയാണ് എന്നുള്ള അസംഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ്, ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡും എക്സ്പെക്റ്റഡും തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഇല്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ അറിയേണ്ടത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സംഭവിച്ചിട്ടുള്ള ഫ്രീക്വൻസിയാണ്. അതായത് ശരിക്കും സംഭവിച്ചിട്ടുള്ള വാല്യൂസ് നമ്പർ ഓഫ് ആക്സിഡൻസ് 7 ദിവസം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് താഴോട്ട് ചെയ്തു. 11, 13, 14 അങ്ങനെ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ദിവസവും സംഭവിച്ചതാണ് ഒബ്സർവ് ശരിക്കും സംഭവിച്ചത് എന്നാണ്. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ പറഞ്ഞ ക്ലൂ തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും യൂണിഫോംലി ആണ് നടക്കുന്നതെന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ അസംഷൻ എന്താ? എല്ലാ ദിവസവും യൂണിഫോം ആയിട്ടാണ് നടക്കുന്നത്, എല്ലാ ദിവസവും ഒരുപോലെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാണണം. അത് നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻസ്, മൊത്തം ആക്സിഡൻസ് 98 ആണ്. അതായത് 11 + 13 + 14 + 13 + 15 + 14 + സാറ്റർഡേയിലെ 18, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സൺഡേ ടു സാറ്റർഡേ വരുന്ന എല്ലാ ആക്സിഡൻസിൻ്റെയും സം കൂട്ടുമ്പോൾ 98 ആണ് ഒബ്സർവ് ഫ്രീക്വൻസി. സോ 98 ആണ് ഒരു വീക്കിൽ നടന്ന ആക്സിഡൻസ്. അത് എല്ലാ ദിവസവും ഒരുപോലെ ആവണമെങ്കിൽ എങ്ങനെ വരണം? 98 / 7. ഒരു ദിവസത്തെ കാണുമ്പോൾ 98 / 7. അപ്പോൾ ഒരു ദിവസം ഏകദേശം 14 ആക്സിഡൻസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് പറയുന്നത്. സോ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരുപോലെ എന്നുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഏകദേശം 14 ആക്സിഡൻസ് വരുമ്പോഴാണ് 98 ആവുക. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എല്ലാ ദിവസവും 14 എന്നിട്ട് കൊടുക്കും. എല്ലാത്തിൻ്റെയും എല്ലാ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 14 ആണ്. അപ്പോൾ നമുക്ക് O കിട്ടിക്കഴിഞ്ഞു, അതേപോലെ തന്നെ ഇയും കിട്ടിക്കഴിഞ്ഞു, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞു. ഇനി തേർഡ് കോളത്തിൽ നമ്മൾ ടേബിളിൽ നോക്കുക. തേർഡ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഡിഫറൻസ് കണ്ട് അതിൻ്റെ സ്ക്വയർ കാണും. ദാറ്റ് ഈസ് 11 - 14 ഈസ് -3. -3 സ്ക്വയർ ഈസ് 9. നെക്സ്റ്റ് 13 - 14 ഈസ് 1. 1 സ്ക്വയർ ഈസ് equal to 1. 14 - 14 is 0. 0 square is 0. 13 - 14 is equal to -1. -1 square is equal to 1. And 15 -
15 minus 14 is equal to 1, 1 square is 1. 14 minus 14 is 0, 0 square is 0. 18 minus 4 is equal to 4, 4 square is equal to 16. അപ്പോൾ o minus e the whole square കാണണമെങ്കിൽ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ഡിഫറൻസ് കണ്ട് അതിനെ സ്ക്വയർ ചെയ്താലാണ് o minus e the whole square കാണുക. ഇനി നമുക്ക് ലാസ്റ്റ് കോളം കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് കോളം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ o minus e the whole square divided by e ആണ്. അപ്പോൾ o minus e the whole square അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ വീണ്ടും e കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് കോളം കിട്ടും. അതായത് 9/14.6428 കിട്ടും. 1/14.0714, 0/14 is 0, 1 divided by 14.0714, 1 divided by 14 again 0.0714, 0 divided by 14 is 0, and 16 divided by 14 1.1428. ഇപ്പോൾ നമ്മൾ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ള o minus e the whole square divided by e കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഫോർമുലയിൽ എന്തുണ്ട്? സം എന്നുണ്ട്, ടോട്ടൽ എന്നർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് കോളം ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഈ 2 ആണ് എന്ത്? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ. അപ്പോൾ കൈ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഫോർമുല n - r - 1. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ 7 ദിവസത്തെ ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 7 എന്ന് പറയും. പിന്നെ r is 0 here. ഇവിടെ r എന്ന് പറയുന്നത് 0 ആണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻസ് 0 ആണ്. അതേപോലെ തന്നെ 1 മൈനസ് ചെയ്യുമ്പോൾ we will get 6 as degree of freedom. Level of significance is 5%. ഡിഗ്രി ഓഫ് ഫ്രീഡം 6ഉം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%ഉം കിട്ടുന്ന ടേബിൾ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ടേബിൾ വാല്യൂ is equal to 12.592. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 2 കിട്ടി, ടേബിൾ വാല്യൂ 12.592 കിട്ടി. ഇനി എന്താണ്? ഹിയർ ടേബിൾ വാല്യൂ is 12.592, പക്ഷേ കാൽക്കുലേറ്റഡ് വാല്യൂ 2 ഉള്ളൂ. സോ ടേബിൾ വാല്യൂ is higher than calculated value. ടേബിൾ വാല്യൂ വലുതാണെങ്കിൽ we will എന്താണ് നമ്മൾ തീരുമാനിക്കുക? we will accept the null hypothesis. നമ്മുടെ null hypothesis accept ചെയ്യും. null hypothesis ശരിയാണെന്ന് പറയും. null hypothesis ശരിയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ hypothesis ആണ് ശരി. there is goodness of fit between observed and expected frequency. observed frequencyയും expected frequencyയും തമ്മിൽ goodness of fit ഉണ്ട്. രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? so we can conclude that ആക്സിഡൻസ് ഒക്കേഴ്സ് യൂണിഫോംലി. എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് ആക്സിഡൻസ് ഒക്കർ ചെയ്യുന്നത്. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പോലെ തന്നെയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ പ്രതീക്ഷിച്ചത് എന്താണ്? എല്ലാ ദിവസവും ഒരുപോലെ, അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആക്സിഡൻസ് ആർ ഒക്കറിങ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ ഡേയ്സ്. ഒരു വീക്കിലെ എല്ലാ ദിവസവും ഒരുപോലെയാണ് ഏകദേശം ആക്സിഡൻസ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ. Among 200 students, 200 സ്റ്റുഡൻസിൽ നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. 46 സ്റ്റുഡൻസ് ഹാവ് ഫെയിൽഡ്. 46 സ്റ്റുഡൻസ് തോറ്റിട്ടുണ്ട്. 68 സെക്യൂർഡ് തേർഡ് ക്ലാസ്. 68 പേർക്ക് തേർഡ് ക്ലാസ് കിട്ടി. 62 ഗോട്ട് സെക്കൻഡ് ക്ലാസ് ആൻഡ് റെസ്റ്റ് വർ പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏതോ ഒരു എക്സാമിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോൾ അതിൽ 200 കുട്ടികളുടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 46 സ്റ്റുഡൻസ് ഫെയിൽഡായി. അതേപോലെ തന്നെ 68 സ്റ്റുഡൻസ് തേർഡ് ക്ലാസ് ആണ് വാങ്ങിച്ചത്. അതുപോലെ 62 സ്റ്റുഡൻസ് സെക്കൻഡ് ക്ലാസ് വാങ്ങിച്ചു. റെസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? മൊത്തം 200 കുട്ടികളുടെ 46, 68, 62 കഴിഞ്ഞാൽ ബാക്കി 24 ആണ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? 200 മൈനസ് 46 മൈനസ് 68 മൈനസ് 62 ഇത്രയും ഡേറ്റാസ് മൈനസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിൽ അതായത് കിട്ടും. അപ്പോൾ നമുക്ക് 24 ആണ് കിട്ടിയത്. അതായത് 24 സ്റ്റുഡൻസിനാണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കിട്ടി 46, 68, 62, 24. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ആർ ദീസ് റിസൾട്ട്സ് കോമൻസറേറ്റ് വിത്ത് ദ ജനറൽ എക്സാമിനേഷൻ റിസൾട്ട്സ് വിച്ച് ഈസ് ഇൻ ദ റേഷ്യോ 2:3:3:2 ഫോർ വേരിയസ് കാറ്റഗറി. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ട് നമ്മൾ കളക്ട് സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനാണ് നമ്മളോട് പറയുന്നത്. ഈ റിസൾട്ട് സാധാരണ വരുന്ന റിസൾട്ടിൻ്റെ പോലെ തന്നെയാണോ? സാധാരണ റിസൾട്ട് വരുമ്പോൾ 2:3:3:2 എന്നാണ് വരിക. അതുപോലെയാണോ ഈ റിസൾട്ട് വന്നിരിക്കുന്നത്? അതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എക്സ്പെക്ടേഷൻ എന്താണ്? സാധാരണ വരുന്ന റിസൾട്ട് പോലെയാണ് എന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ശരിക്കും വന്നത് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഹൈപ്പോത്തസിസ് ചെയ്യും. ദർ ഈസ് ഗുഡ്നസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ദർ ഈസ് നോ ഗുഡ്നസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി.
ഇനി ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 200 ആണ്. നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടെ എന്താണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ വരുന്ന റിസൾട്ട് 2:3:3:2. നമ്മളുടെ സ്റ്റഡി 200 പേരിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ 200 പേരിൽ സാധാരണ പോലത്തെ റിസൾട്ട് ആണെങ്കിൽ എങ്ങനെ വരണം, അതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 200 × 2/10 ചെയ്യുമ്പോൾ 2/10 എന്ന് പറയുമ്പോൾ 2:3:3:2നെ ടോട്ടൽ ചെയ്യുമ്പോൾ 10 ആണ്. 10ൽ 2:3:3:2 2 ആണ്. അപ്പോൾ 200 × 2/10 ചെയ്താൽ 46ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും, വിച്ച് ഈസ് 40. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 200 × 3/10 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. അതേപോലെ തന്നെ 200 × 3/10 ചെയ്യുമ്പോൾ 60 കിട്ടും, മൂന്നാമത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണും. 200 × 2/10 കിട്ടുമ്പോൾ 40 കിട്ടും, അതാണ് നാലാമത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, 2:3:3:2 ആണ്. മൊത്തം 200 കുട്ടികളിൽ 2:3:3:2 കിട്ടുമ്പോൾ വരുന്ന വാല്യൂസ് ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അത് നമ്മൾ അവിടെ എഴുതി. ശരിക്കും സംഭവിച്ചത് 46, 68, 62, 24. ഇനി ഇത് രണ്ടും ഒരുപോലെയാണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് സാധാരണ പോലെ ടേബിളിൽ O-E² കാണും. 46 - 46, 6 square is 36. അതേപോലെ 68 - 60 is equal to 8, 8 square is equal to 64. 62 - 60 is 2, 2 square is 4. Then 24 - 40 is equal to 16, 16 square is equal to 256. അങ്ങനെ നമ്മൾ O-E² കണ്ടു. ഇനി അതിനെ E കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് O-E² കിട്ടും. അതായത് 0.9, 1.07, 0.067, 6.4. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സമ്മ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8.437 കിട്ടും. ആ സമ്മാണ് ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടലാണ് ഇതിൻ്റെ chi² വാല്യൂ. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 8.437. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ വാല്യൂ അറിയണം. ടേബിൾ വാല്യൂ അറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കിട്ടണം. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഫോർമുല n-r-1 ആണ്. ഇവിടെ 4 വാല്യൂസ് ആണ്, ഒബ്സർവ്ഡ് വാല്യൂസ് ആണ് നമ്മൾ സ്റ്റഡിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 വാല്യൂസ് ആയതുകൊണ്ട് 4 - 0 - 1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡമിൻ്റെ, വിച്ച് ഈസ് ഈക്വൽ ടു 3. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റിനിൽ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ 5% എടുത്തു. ഇത് രണ്ടും കൂടി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ടേബിളിൽ നമുക്ക് വന്നിരിക്കുന്നത് 7.815 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോറി, ടേബിൾ വാല്യൂ വന്നത്. ടേബിൾ വാല്യൂസ് 7.815. സോ ടേബിൾ വാല്യൂ 7.815 ഉള്ളൂ. കാൽക്കുലേറ്റഡ് വാല്യൂ 8.437 ഉണ്ട്. അപ്പോൾ ടേബിൾ വാല്യൂ ഇവിടെ ചെറുതാണ്. ടേബിൾ വാല്യൂ ഇസ് ലെസർ ദാൻ calculated value. So we will reject the null hypothesis. Null hypothesis reject ചെയ്യും. null hypothesis ആണ് ആദ്യത്തെ hypothesis reject ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ശരി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ hypothesis ആണ് ശരി. രണ്ടാമത്തെ hypothesis ആണ് there is no goodness of fit between observed and expected frequency. ഇവിടെ എന്തില്ല, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ അല്ല എന്ത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച 2:3:3:2 എന്ന് പറയുന്ന സാധാരണ വരുന്ന റിസൾട്ട് അല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, വി റിജക്ട് ദ null hypothesis and we may conclude that alternate hypothesis is right. So there is no goodness of fit between observed and expected frequency. That is, results are not in the ratio of 2:3:3:2. അതായത് ഇത്തവണ വന്നിട്ടുള്ള റിസൾട്ട് സാധാരണ വരുന്ന 2:3:3:2 എന്ന് പോലെ വരുന്ന റിസൾട്ട് പോലെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് ഗുഡ്നസ് ഓഫ് ഫിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത chi²ന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ്. 2 ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ, അതായത് 2 ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേറ്റഡ് ആണോ നോട്ട് അസോസിയേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സിഗരറ്റ് സ്മോക്കിംഗ് ഹാബിറ്റ് ആൻഡ് ക്യാൻസർ, ഇവ തമ്മിൽ ബന്ധമുണ്ടോ? സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ 2 വേരിയബിൾസ് തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമില്ലേ, വെദർ 2 വേരിയബിൾസ് ആർ അസോസിയേറ്റഡ് ഓർ നോട്ട് അസോസിയേറ്റഡ്, ഇത് കണ്ടുപിടിക്കണമെങ്കിലാണ് നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്, ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫോർ 2 ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നത് 2 ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ്. അതിൻ്റെ ആൾട്ടർനേറ്റ് ഹൈപ്പോസിസ് 2 ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, അതായത് അസോസിയേറ്റഡ്. ആദ്യത്തെ ഹൈപ്പോസിസ് 2 വേരിയബിൾസും തമ്മിൽ അസോസിയേറ്റഡ് അല്ല എന്നുള്ള അസംഷനാണ് പറയുന്നത്. അത് രണ്ടാമത്തേത് പറയുന്നത് 2 വേരിയബിൾസും തമ്മിൽ അസോസിയേറ്റഡ് ആണ്, ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വരുന്നത്. chi² കാണാൻ പറയുന്ന ഫോർമുല സെയിം ആണ്. O-E² ഡിവൈഡ് ബൈ ഇയുടെ സം ആണ് chi² കാണാനുള്ള ഫോർമുല. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ വ്യത്യാസമുണ്ട്. R-1 ഇൻറ്റു C-1. R എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്.
ടോട്ടൽ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ടോട്ടൽ തരും. ടോട്ടൽ കോളം ഒരിക്കലും കൂട്ടരുത്. ടോട്ടൽ കോളം കൂട്ടാതെ എത്ര റോസും എത്ര കോളംസും ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ R-1 ഇൻറ്റു C-1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%ഉം ആണ് 1% എടുക്കാറുണ്ട്. 5% ആണ് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി ഇത് കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ തന്നെ കമ്പ്യൂട്ടർ വാല്യൂ ടേബിൾ വാല്യൂയും കമ്പയർ ചെയ്യും. ടേബിൾ വാല്യൂ കൂടുതലാണെന്ന് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും null hypothesis, and if the table value is less than calculated value we will reject the null hypothesis. Clear? അപ്പോൾ ഇവിടെ ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് ടു ആട്രിബ്യൂട്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഡിഫറൻസ് ഹൈപ്പോസിസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം വ്യത്യാസമുണ്ട്. പിന്നെയുള്ള വ്യത്യാസം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് നമ്മളിപ്പോൾ വീണ്ടും വരുമ്പോൾ പ്രോബ്ലം വരുമ്പോൾ പറയും. അത് കാണാനൊരു ഫോർമുലയുണ്ട്, റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കൺസിഡർ വെദർ ഇനോക്കുലേഷൻ ഈസ് ഇഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് ട്യൂബർകുലോസിസ്. ഇനോക്കുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വാക്സിനേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ട്യൂബർകുലോസിന് എടുക്കുന്ന വാക്സിൻ എടുക്കുന്നുണ്ട്, ആ വാക്സിനേഷൻ ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ടേബിൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ തന്നെ തന്നതാണ്. വാക്സിനേഷൻ എടുത്തിട്ട് അസുഖം വന്നവർ അറ്റാക്ട് 31 ആണ്. വാക്സിനേഷൻ എടുത്തിട്ട് നോട്ട് അറ്റാക്ട് അസുഖം വരാത്തവർ 469 ഉണ്ട്. അതേപോലെ വാക്സിനേഷൻ എടുക്കാതെ അസുഖം വന്നവർ 185 ഉണ്ട്. വാക്സിനേഷൻ എടുക്കാതെ അസുഖം വരാത്തവർ 1315 ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് വാക്സിനേഷൻ എന്താണ് എഫക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ്, ഒന്ന് വാക്സിനേഷൻ, മറ്റേത് വേരിയബിൾ എന്താണ് അസുഖം അറ്റാക്ക്, അതായത് ട്യൂബർകുലോസിസ് വന്നോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസും പ്രിവെൻറ്റിംഗ് ട്യൂബർകുലോസിസും വാക്സിനേഷനും ഈ രണ്ട് വേരിയബിൾസും തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ സെറ്റ് ചെയ്യും? ഇനോക്കുലേഷൻ ആൻഡ് ട്യൂബർകുലോസിസ് ആർ നോട്ട് അസോസിയേറ്റഡ്, രണ്ടും തമ്മിൽ ബന്ധം ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ ഇനോക്കുലേഷൻ ആൻഡ് ട്യൂബർകുലോസിസ് ആർ അസോസിയേറ്റഡ്, രണ്ടും തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഒന്നിൻ്റെ ഓപ്പോസിറ്റ്, ഒന്ന് ബന്ധമില്ല എന്നും പറയും, ഒന്ന് ബന്ധമുണ്ട് എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. അതിലേതാണ് ശരി എന്നറിയാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ വാല്യൂയും കാണണം, അതേപോലെ തന്നെ chi square വാല്യൂയും ടേബിൾ വാല്യൂയും കാണണം. ഇവിടെ കമ്പ്യൂട്ടർ വാല്യൂ കാണാനുള്ള ഫോർമുല സെയിം ആണ്. chi squareൻ്റെ ഫോർമുല O മൈനസ് E ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇയുടെ സം ആണ് chi square കാൽക്കുലേറ്റഡ് വാല്യൂ കാണാൻ. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള മെത്തേഡാണ്. രണ്ട് ടേബിൾ ഫോർമുല ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഫോർമുല ഈസ് റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. നമുക്ക് രണ്ട് ടേബിൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെയിം ടേബിൾ ഞാൻ വീണ്ടും ഇവിടെ കാണിക്കുകയാണ്. റൈറ്റ് സൈഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഒബ്സർവ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടോട്ടൽ ഒഴികെയുള്ള ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമ്മൾ എഴുതിയെടുക്കുകയാണ്. 31, 185, 469, 1315. ഇതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യണം? കാണണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 31ൻ്റെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 31ൻ്റെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കാണുക 31ൻ്റെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടലാണ്. 31ൻ്റെ റോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ കാണുന്ന ടോട്ടലാണ്. റോ എന്ന് പറയുമ്പോൾ റോ, ആ റോയുടെ ടോട്ടൽ എത്രയാണ്? 500 ആണ്. അതേപോലെ തന്നെ 31ൻ്റെ കോളം ടോട്ടൽ എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള കോളം എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള ടോട്ടലാണ്. ഏറ്റവും പോകുമ്പോൾ 31ൻ്റെ താഴോട്ട് പോകുമ്പോൾ ടോട്ടൽ 216 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 216 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ഈസ് 2000 ആണ് മൊത്തത്തിൽ വരുന്ന ടോട്ടൽ ഡിവൈഡഡ് ബൈ 2000. അങ്ങനെ ചെയ്യുമ്പോൾ 54 ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇനി 185ൻ്റെ നമുക്ക് നോക്കാം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. 185ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ നോക്കുമ്പോൾ 185ൻ്റെ റൈറ്റ് സൈഡ് ടോട്ടൽ നോക്കുക, അതാണ് റോ ടോട്ടൽ. താഴോട്ടുള്ള ടോട്ടൽ നോക്കുമ്പോൾ കോളം ടോട്ടൽ കിട്ടും. 185ൻ്റെ റൈറ്റ് സൈഡ് ടോട്ടൽ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ 1500 ആണ്. താഴോട്ടുള്ള ടോട്ടൽ 2016 ആണ്. 2016 ആണ്. ഓക്കെ, സോറി 216 ആണ്. അപ്പോൾ എന്ത് വരും? 216 ഇൻറ്റു 1500 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ 2000. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഓരോ വാല്യൂസിൻ്റെയും റോ ടോട്ടലും കോളം ടോട്ടലും മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ.
ടോട്ടൽ കാണുന്നു. ഓരോ കോളത്തിൻ്റെയും റോ ടോട്ടലും കോളം ടോട്ടലും മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ 2000. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണും. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണെന്ന്. ഓരോ വാല്യൂസിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാണാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നൊരു ഫോർമുലയുണ്ട്. റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഇനി നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ തന്നെ inoculation and tuberculosis are independent, inoculation and tuberculosis not independent എന്നാണ് നമ്മൾ ഹൈപ്പോസിറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ പോലെ ഒയും ഇയും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ O മൈനസ് ഇ സ്ക്വയർ കാണുന്നു. O മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ കാണുന്നു. അതിൻ്റെ ടോട്ടലാണ് എന്ത്? കൈ സ്ക്വയർ വാല്യൂ. ഹിയർ കൈ സ്ക്വയർ വാല്യൂ ഈസ് 14.66. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 14.66. ഇനി അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ R-1 ഇൻറ്റു C-1 ആണ്. R-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, ടോട്ടൽ കൂട്ടാതെ. ഇവിടെ നമുക്ക് 2 റോസും 2 കോളംസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2-1 ഇൻറ്റു 2-1 ആണ്, വിച്ച് ഈസ് 1. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 1 എന്ന് കിട്ടി. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിലൊന്നും പ്രത്യേകിച്ച് പറയാതുകൊണ്ട് 5% ആണ്. സോ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1ഉം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% വെച്ച് നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് ടേബിൾ വാല്യൂ ആസ് 3.841. ടേബിൾ വാല്യൂ 3.841 കിട്ടി. കാൽക്കുലേറ്റഡ് വാല്യൂ 14.66 ഉണ്ട്. അപ്പോൾ ഇവിടെ ടേബിൾ വാല്യൂ ചെറുതാണ്. ടേബിൾ വാല്യൂ ചെറുതായതുകൊണ്ട് വി മേ റിജക്ട് ദ നൾ ഹൈപ്പോസിസ്. നമ്മൾ നൾ ഹൈപ്പോസിസ് റിജക്ട് ചെയ്യും. നൾ ഹൈപ്പോസിസ് തെറ്റാണ്. നൾ ഹൈപ്പോസിസ് തെറ്റാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹൈപ്പോസിസ് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ഹൈപ്പോസിസ് ആണ് ശരി. ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് ആണ് ശരി. ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എന്താണ് പറയുന്നത്? ഇനോക്കുലേഷൻ ആൻഡ് ട്യൂബർകുലോസിസ് ആർ അസോസിയേറ്റഡ്. വാക്സിനേഷൻ എടുക്കുന്നതും ട്യൂബർകുലോസിസും തമ്മിൽ ബന്ധമുണ്ട്. അതായത് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് ഡിസീസ് വരാതിരിക്കുന്നുണ്ട്. അതായത് വാക്സിനേഷൻ ഇഫക്റ്റീവ് ആണ്. സോ വി മേ കൺക്ലൂഡ് ദാറ്റ് സിൻസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ we may reject the null hypothesis and conclude that inoculation and attack of disease is effective. അപ്പോൾ ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് ഇഫക്റ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ യൂസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് പഠിക്കാൻ പോകുന്നത്. കൈ സ്ക്വയർ ആസ് എ ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഹൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ തൊട്ട് മുമ്പിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് അതേ ഫോർമുലകളും അതേ മെത്തേഡാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഹൈപ്പോസിസ് എങ്ങനെ വരും? ദർ ഈസ് ഹോമോജിനിറ്റി. null hypothesis there is homogeneity. Alternate hypothesis there is no homogeneity. ഒരുപോലെയാണ്, ഒരുപോലെ ഇല്ല എന്നാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഫ്രം ദ അഡൽട്ട് പോപ്പുലേഷൻ ഫോർ സിറ്റീസ്. 4 സിറ്റീസിലുള്ള അഡൽട്ട് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മാരീഡും അൺമാരീഡും ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 4 സിറ്റീസിലെ സിറ്റി എ, സിറ്റി ബി, സിറ്റി സി, സിറ്റി ഡി ആ ടേബിളാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവിടെ 4 സിറ്റീസിലെ മാരീഡ് ആയ മെയിലിൻ്റെയും സിംഗിൾ ആയിട്ടുള്ള അൺമാരീഡ് ആയ ആൾക്കാരുടെയും എണ്ണം എടുത്തിട്ടുണ്ട്. ഫ്രം 4 സിറ്റീസ്. ഈ 4 സിറ്റീസിലുള്ള ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് ടെസ്റ്റ് വെദർ ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ അമോങ് ദ സിറ്റീസ് ഇൻ ദ ടെൻഡൻസി ഓഫ് മെൻ ടു മാരി. ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ടെൻഡൻസി 4 സിറ്റികളിലും ഒരുപോലെയാണോ ഡിഫറെൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരുപോലെയാണോ ഡിഫറെൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഹോമോജിനിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അസംപ്ഷൻ എഴുതീസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ. വലിയ വ്യത്യാസങ്ങളില്ല, ഒരുപോലെയാണ് എന്നുള്ളതാണ് നൾ ഹൈപ്പോസിസ്. അതായത് 4 സിറ്റീസിലും ഒരുപോലെയാണ് ടെൻഡൻസി ടു മാരി. ഇനി എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോസിസ്? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ, അതായത് നോ ഹോമോജിനിറ്റി. അതായത് 4 സിറ്റീസിലും ടെൻഡൻസി ഓഫ് മെൻ ടു മാരി ഡിഫറെൻ്റ് ആണ് എന്ന അസംഷനാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഈ പ്രോബ്ലത്തിൽ നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ടോട്ടൽ തന്നെയാണ് ഇപ്പോൾ നേരത്തെ തന്ന ടേബിളിലെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ടോട്ടലൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, റോ ടോട്ടലും കോളം ടോട്ടലും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഇങ്ങോട്ട് എടുത്ത് എഴുതി. 137, 32, 164, 57, 152, 56, 147, 35. ഇനി ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണം.
ഈ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ എല്ലാത്തിനും 780 ആണ്. ഇനി ഓരോന്നിനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 137ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 137ൻ്റെ റോ ടോട്ടൽ നോക്കുക. 137ൻ്റെ റോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ടോട്ടലാണ് റോ ടോട്ടൽ എന്ന് പറയുന്നത്. 137ൻ്റെ റോ ടോട്ടൽ 600 ആണ്. 137ൻ്റെ കോളം ടോട്ടൽ താഴോട്ടാണ് 169 ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? 600 ഇൻറ്റു 169 ഡിവൈഡഡ് ബൈ 780. ഓക്കെ, ഇനി 32 എടുക്കുമ്പോൾ 32ൻ്റെ റോ ടോട്ടൽ 180 ആണ്. 32ൻ്റെ കോളം ടോട്ടൽ 169 ആണ്. അപ്പോൾ അത് 180 ഇൻറ്റു 169 ഡിവൈഡഡ് ബൈ 780. ഇനി 164ൻ്റെ എങ്ങനെയാണ്? 600ഉം 221 ആണ് റോ ടോട്ടലും കോളം ടോട്ടലും. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ 780. അങ്ങനെ എല്ലാ വാല്യൂസിൻ്റെയും റോ ടോട്ടലും കോളം ടോട്ടലും കാണുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. റോ ടോട്ടലും കോളം ടോട്ടലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ കാണുമ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നു. ഓയും ഇയും കിട്ടുകഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ കാണും. അതേപോലെ തന്നെ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ കാണും. ആ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കൈ സ്ക്വയർ വാല്യൂ കിട്ടും. കൈ സ്ക്വയർ വാല്യൂ ഈസ് 5.9. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോളത്തിൻ്റെ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇയുടെ സം, അതാണ് ഫോർമുല. ആ ഫോർമുല വെച്ചിട്ട് ലാസ്റ്റ് കോളം ടോട്ടൽ ചെയ്താൽ നമുക്ക് 5.9 ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. നമുക്ക് കൈ സ്ക്വയർ വാല്യൂ 5.9 കിട്ടി. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ 5.9 ആണ്. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ R-1 ഇൻറ്റു C-1 ആണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്. നമ്പർ ഓഫ് റോസിൽ എന്തൊക്കെയാണ് വന്നത്? 2 റോസ് ആണ് നമുക്ക് വന്നത്. അതായത് സിംഗിളും മാരീഡും അൺമാരീഡും അല്ലേ? ഇപ്പോൾ 2 റോസ് വന്നു. കോളംസ് 4 സിറ്റീസിലെ ഡീറ്റെയിൽസ് ആണ് കോളത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ആണ് സി. അപ്പോൾ 2-1 ഇൻറ്റു 4-1 R-1 ഇൻറ്റു C- കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 2-1ഉം 4-1ഉം ചെയ്തിട്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുക. നെക്സ്റ്റ് നമുക്ക് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3യും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%ഉമായിട്ട് ടേബിളിൽ നോക്കുമ്പോൾ we will get 7.82 as table value. ഇപ്പോൾ ടേബിൾ വാല്യൂ 7.82 ഉണ്ട്. കാൽക്കുലേറ്റർ വാല്യൂ 5.9 ഉള്ളൂ. സോ ടേബിൾ വാല്യൂ is higher here. Table value is, if table value is higher than calculated value, we will accept the null hypothesis. Null hypothesis ആണ് ശരി എന്ന് പറയും. ആദ്യത്തെ ഹൈപ്പോസിസ് ആണ് ശരി. അപ്പോൾ ആദ്യത്തെ ഹൈപ്പോസിസ് പറഞ്ഞാൽ അവിടെ എന്താ? there is homogeneity. മുകളിൽ ഹൈപ്പോസിസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. there is homogeneity. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? there is no significant variation among the cities in the tendency of men to marriage. 4 സിറ്റികളിലും ടെൻഡൻസി ഓഫ് മെൻ ടു മാരി എന്ന് പറയുന്നത് ഒരുപോലെയാണ്. 4 സിറ്റീസിലും ആണുങ്ങൾ കല്യാണം കഴിക്കുന്ന ടെൻഡൻസി ഒരുപോലെയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ 4 സിറ്റീസിൽ കമ്പയർ ചെയ്തു. അപ്പോൾ 4 സിറ്റീസ് ഒരുപോലെയാണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്തത്. ആ ടെസ്റ്റാണ് ഡിഗ്രി ഓഫ്, ആ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെ സെയിം മെത്തേഡാണ്. കാൽക്കുലേഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. നൾ ഹൈപ്പോസും ആൾട്ടർനേറ്റ് ഹൈപ്പോസും ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ 3ാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്. So we are concluding this session. Chi-square test is a non-parametric test. ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതായത് ഡാറ്റ നോർമൽ അല്ലാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റിനെയാണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയും. ഇന്ന ഡിസ്ട്രിബ്യൂഷൻ വേണമെന്ന് നിർബന്ധമില്ല ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. ഇറ്റ് ചെക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇവിടെ ഇതെന്താണ് പഠിക്കുന്നത്? ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസ്. ഒബ്സർവ്ഡ് വാല്യൂസും എക്സ്പെക്റ്റഡ് വാല്യൂസിലുള്ള ഡിഫറൻസ് ആണ് ഈ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. For our syllabus, we have to study the 3 topics: chi-square test for goodness of fit, chi-square test for independence, chi-square test for homogeneity.